വടക്കൻ കേരളത്തിൽ വീറും വാശിയും നിറഞ്ഞ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് നോർത്ത്. 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് കോഴിക്കോട് നോർത്ത് രൂപീകൃതമായത്. അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു ഇവിടുത്തെ വോട്ടർമാർ നിലകൊണ്ടത്. പക്ഷേ ഇക്കുറി നോർത്ത് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് UDF NDA സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഇടത് കോട്ട എന്നറിയപ്പെടുന്ന മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത്. മണ്ഡല പുനർനിർണയത്തിനു ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും LDF-നായിരുന്നു മുൻതൂക്കം. 2006 നടന്ന തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P. ശങ്കരനെതിരെ 7700-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രദീപ് കുമാർ ഇവിടെ ജയിച്ചത്. തുടർന്ന് 2011-ലും 2016-ലും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് പ്രദീപ് കുമാർ ഹാട്രിക് തികച്ചു. 2021-ൽ പ്രദീപ് കുമാറിനു പകരം തോട്ടത്തിൽ രവീന്ദ്രനെ മത്സരിക്കാനിറക്കിയ LDF മണ്ഡലം നിലനിർത്തുകയും 13000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടുകയും ചെയ്തിരുന്നു. ഇത്തവണയും ഇതേ പതിവ് ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF തോട്ടത്തിൽ രവീന്ദ്രനെ തന്നെ കളത്തിലിറക്കിയത്. ഈ മണ്ഡലത്തിൽ ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഇപ്പോഴത്തെ മാനാഞ്ചിറ വെള്ളിമാട് എന്ന റോഡ്. അപ്പം നമുക്കറിയുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് എന്തായിരുന്നു അതിൻ്റെ ഒന്നും കണ്ടതല്ലേ നമ്മൾ. ഇനി അതിനേക്കാട്ടും വല്ലൊന്ന് ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഒരു അവയവമാറ്റ ശസ്ത്രക്രിയക്കുള്ള ആശുപത്രി വരാൻ വേണ്ടി പോവുക. ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലെങ്കിൽ ഇതൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ത്യ ഗവൺമെൻറ് ആലോചിച്ചിട്ട് പോലും ഇല്ല അങ്ങനെ ഒരു കാര്യം. പിന്നെ ഏറ്റവും ആധുനികമായിട്ടുള്ള ആശുപത്രി ഇപ്പോൾ ഇവിടെ എല്ലാ അവയവങ്ങളും മാറ്റിവെക്കാവുന്നത്. രാജ്യത്തെ അല്ല, ലോകത്തിലെ 3ാമത്തെ. കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടതാണ് ശരിക്കും ഇതൊക്കെ. എയിംസൊക്കെ ഇവിടെ എത്രയോ ഉണ്ട്, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ. ആലോചിച്ചിട്ട് തന്നെ ഇല്ല അത്. കഴിഞ്ഞ തവണ UDF-ന്റെ യുവമുഖമായ KM അഭിജിത്തിനെ മത്സരത്തിനിറക്കിയെങ്കിലും പരാജയമായിരുന്നു ഫലം. എന്നാൽ ഇത്തവണ എന്തു വില കൊടുത്തും കോഴിക്കോട് നോർത്ത് പിടിച്ചെടുക്കും എന്ന ദൃഢനിശ്ചയത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണി. ആ ദൗത്യം അഡ്വക്കേറ്റ് K. ജയന്തിനാണ് UDF ഏൽപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലെ മണ്ഡലത്തിലെ വികസന മുരടിപ്പാണ് UDF സ്ഥാനാർത്ഥി പ്രചരണായുധമാക്കുന്നത്. ഈ മണ്ഡലത്തിനകത്ത് ഒരുപാട് വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാതെ കിടക്കുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷക്കാലം ഈ മണ്ഡലം ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തത് ഇടതുമുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ്. 15 വർഷക്കാലം അതിൽ ഇടതുമുന്നണി ആയിരുന്നു കോഴിക്കോട് ഭരിച്ചിരുന്നതുമെങ്കിലും ഈ മണ്ഡലത്തിൻ്റെ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും ചിരപുരാതനമായ നഗര കോഴിക്കോട്. ചെറുപ്പക്കാർ തൊഴിൽ തേടി മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരിക, അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടി വരിക. ഇവിടെ നമുക്ക് റോഡുണ്ട്, റെയിലുണ്ട്, വിമാനത്താവളമുണ്ട്. എന്തുകൊണ്ട് ഇവിടെ സാധ്യമാവുന്നില്ല? ഭരണകൂടത്തിന് കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ്. കളിക്കളങ്ങൾ നമുക്ക് അന്യമാകുമല്ലോ. അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാനുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ചേർത്ത് നിർത്തി ആ വിഷയങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന പൂർണ്ണ ആത്മവിശ്വാസം എനിക്കുണ്ട്. 2021-ൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് 30,952 വോട്ടുകൾ പിടിച്ച മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത്. കൂടാതെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മണ്ഡലത്തിൽ NDA-യുടെ മുന്നേറ്റം ഇത്തവണ LDF-നും UDF-നും ഒരുപോലെ തലവേദനയാകും. മണ്ഡലത്തിലെ 7ഓളം വാർഡുകളിൽ NDA-ക്ക് വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിനാൽ ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ്. നഗരവികസനമാണ് ഒരു ജനപ്രതിനിധിയുടെ ലക്ഷ്യം. ഈ നഗരത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം എന്ത് വികസനം കൊണ്ടുവന്നു? നമ്മുടെ ഒരു മഴ പെയ്യുമ്പോൾ നമ്മുടെ നഗരത്തിൻ്റെ ഹൃദയഭാഗം പൂർണ്ണമായും വെള്ളക്കെട്ടിലാണ്. കെനോലി കനാൽ നവീകരിക്കുമെന്നുള്ളൊരു ആഹ്വാനമുണ്ടായിരുന്നു, അതെങ്ങും എത്തിയിട്ടില്ല. മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡ് എന്ന് പറയുന്നത് MGS നാരായണനെ പോലെയുള്ള ആളുകൾ ചരിത്രകാരന്മാരുടെ ചിരകാല അഭിലാഷമായിരുന്നു. അത് 2 ഘട്ടമാക്കി മാറ്റി ഒരു ഘട്ടം ഇതുവരെ പണി ആരംഭിച്ചിട്ടില്ല എന്നുള്ളതും ഒരു ന്യൂനതയാണ്. പൊതുജനങ്ങളുടെ ചോദ്യത്തിന് മുൻപിൽ മറുപടി നൽകാൻ പറ്റാതെ മാറി നിൽക്കുന്ന ഒരു MLA ആണ് വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് വീണ്ടും ഈ ഒരു 5 വർഷക്കാലം മുരടിപ്പിന് വേണ്ടി മാറ്റിവെക്കണോ എന്നുള്ളത് പ്രബുദ്ധരായിട്ടുള്ള ജനത ഇന്ന് ചിന്തിക്കും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് നോർത്തിൽ ഇത്തവണ മത്സരം കടുക്കുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഇത്തവണ മണ്ഡലത്തിലെ വോട്ടർമാർ ആരെ തെരഞ്ഞെടുക്കുമെന്ന് കാത്തിരുന്നു കാണാം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി LDF-ന് അനുകൂലമായ നോർത്ത് മണ്ഡലം ഇത്തവണ UDF-ഉം NDA-യും പിടിച്ചെടുക്കുമെന്നാണ് സ്ഥാനാർത്ഥികൾ തന്നെ പറയുന്നത്. എന്നാൽ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ വികസനം ചർച്ച ചെയ്ത് വോട്ട് തേടുകയാണ് LDF സ്ഥാനാർത്ഥി തോട്ടത്തിൽ രവീന്ദ്രനും. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.